ഫോണിൽ നിന്നുയരുന്ന പാട്ടുകൾക്ക് അവന്റെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണീർ അടർന്നു വീണു. ഫോൺ എടുത്ത് അവൻ പാട്ട് ഓഫ് ചെയ്തു. വാട്സാപ്പ് തുറന്ന് മീര എന്ന് സേവ് ചെയ്തിരിക്കുന്ന ചാറ്റ് തുറന്ന് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ ഇട്ടു. മീര, അന്ന് കണ്ട അന്ന് മുതൽ ഇന്ന് വരെ എല്ലാം നിനക്കായിരുന്നു മീര. അനാഥനായ എനിക്ക്, സ്നേഹിക്കാനോ കൂടെ നിർത്താൻ ആരുമില്ലാത്ത എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം അത് നീയായിരുന്നു. ആദ്യം എൻ്റെ ഇഷ്ടം ഞാൻ മറച്ചു പിടിച്ചു നിനക്കായിരുന്നു. നിന്റെ നന്മയോർത്തായിരുന്നു. പിന്നീട് നീ വാശി പിടിച്ചപ്പോൾ നിന്റെ മുന്നിൽ എൻ്റെ മനസ്സ് തുറന്നത് നിനക്കായിട്ടായിരുന്നു. നിന്റെ സന്തോഷം കാണാനായിരുന്നു. കഷ്ടപ്പെട്ട് പഠിച്ചതും ജോലി വാങ്ങിയതും എല്ലാം നിനക്കായിട്ടായിരുന്നു. പക്ഷേ പണത്തിലോ പ്രതാപത്തിലോ നിന്റെ കുടുംബത്തിനൊപ്പം എത്താൻ എനിക്കൊരിക്കലും ആവില്ല മീര. എങ്കിലും നിനക്കായി മാത്രം തുടിക്കുന്നൊരു ഹൃദയം എനിക്കുണ്ട്. അല്ല, അത് മാത്രമേ നിനക്കായി തരാൻ എനിക്കുള്ളൂ. മറക്കണമെന്ന് ഞാൻ പറയില്ല, മറക്കാൻ ശ്രമിക്കണം. ഉറച്ചെറുക്കനല്ലേ, അതുകൊണ്ട് തന്നെ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. നിനക്കായി തരാൻ ഒരു നല്ല ആശംസകൾ പോലും മനസ്സിൽ വരുന്നില്ലല്ലോ മീര. സന്തോഷമായിരിക്കണം. ഓഡിയോ സെൻഡ് ചെയ്ത് അവൻ കസേരയിലേക്ക് ചാരിയിരുന്നു. മനസ്സിലാദ്യമായി അവളെ കണ്ടത് മുതലുള്ള ചിത്രങ്ങൾ മിന്നിമറഞ്ഞു. സ്കൂളിൽ പഠിക്കുമ്പോൾ ആദ്യമായി ആ വെള്ളാരം കണ്ണുകളോട് തോന്നിയ കൗതുകം ഒരിക്കലും ഇത്രമേൽ വരിഞ്ഞു മുറുകുന്ന സ്നേഹവും പ്രണയവുമായി മാറുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. കൗതുകം സൗഹൃദമായി. കോളേജിൽ ചേർന്ന നാളുകളിൽ സൗഹൃദം പതിയെ പ്രണയമായെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ ഒഴിഞ്ഞു മാറിയതല്ലേ. മിണ്ടാതെ നടന്ന എൻ്റെ മുമ്പിൽ നിറ കണ്ണുകളോട് നീ പറഞ്ഞ ഓരോ വാക്കും ഞാൻ ഇന്നും ഓർക്കുന്നു മീര. കോളേജിനോട് ചേർന്ന ലേക്ക് സൈഡിലായിരുന്നു കണ്ണനും മീരയും. എന്തിനാ കണ്ണേട്ട ഇങ്ങനെ? എന്തിനാ എന്നോട് മിണ്ടാൻ നടക്കുന്നേ? കണ്ണേട്ട എന്നോട് മിണ്ടില്ലെങ്കിൽ എനിക്ക് വിഷമാണെന്ന് അറിയില്ലേ? എന്നിട്ടും എന്തിനാ മീര കുട്ടികളെ കൊണ്ടൊക്കെ വേണ്ടാത്ത പറയിപ്പിക്കുന്നത്? ഒരനാഥനായ എന്നെ ചേർത്ത് വല്ല നിന്റെ വീട്ടിലറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? മീരയുടെ നിറകണ്ണുകളെ നേരിടാനാവാതെ അവൻ നോട്ടം ഇങ്ങോട്ടോ മാറ്റി. ഇത്തരം ചിന്തകളൊക്കെ എന്ന് മുതലാണ് നമുക്കിടയിൽ വന്ന കണ്ണേട്ട. അനാഥാലയത്തിൽ വളർന്നുകൊണ്ട് കണ്ണേട്ട അനാഥനാണെങ്കിൽ അച്ഛനും അമ്മയും മരിച്ച ഞാനും അനാഥയല്ലേ? സ്വത്ത് മോഹിച്ച് അച്ഛൻ പെങ്ങളെ കൂടെ നിർത്തിയിരിക്കുന്നതൊരു വ്യത്യാസമല്ലേ നമുക്കിടയിലുള്ളൂ. നീ എന്തു പറഞ്ഞാലോ ശരിയാവില്ല മീര. നീ ക്ലാസ്സിലേക്ക് പോകാൻ നോക്ക്. കണ്ണൻ തിരിഞ്ഞു നടന്നു. പെട്ടെന്നാണ് മീര അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തിയത്. ഇപ്പൊ പറഞ്ഞല്ല, ഒരു വട്ടം എന്നെ കണ്ണിൽ നോക്കി പറയോ കണ്ണേട്ട? ആ ചോദ്യത്തിൽ കണ്ണനൊന്ന് പകച്ചു. പറ്റില്ല അല്ലേ? എത്ര നാൾ നിങ്ങൾ ആ കണ്ണിൽ എന്നുള്ള പ്രണയം ഒളിപ്പിച്ചു വെക്കും കണ്ണേട്ട? കണ്ണേട്ടൻ പറയാനല്ലേ ഞാൻ കാത്തിരുന്ന്. എന്നിട്ട് എന്നോടൊരു വാക്ക് മിണ്ടാൻ പോലും ഇപ്പോൾ വയ്യല്ലേ? കള്ളം പിടിക്കപ്പെട്ട കുട്ടിയെപ്പോലെ കണ്ണൻ മീരക്കുമ്പിൽ നിന്നു. കണ്ണേട്ട, എന്നോട് മിണ്ടാണ്ടിരിക്കല്ലേ, എനിക്ക് സഹിക്കില്ല കേട്ടോ. ഞാൻ എന്തേലും ചെയ്തു പോവും. മുഖം പൊത്തി മീര കരഞ്ഞു. അവളുടെ കണ്ണീർ അവനെ ചുട്ടുപൊള്ളിക്കുന്ന പോലെ തോന്നി. അവൾ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് ഇറുകെ പുണരുമ്പോൾ അവളുടെ നിറകണ്ണുകളല്ലാതെ മറ്റൊന്നും അവൻ കണ്ടില്ല. കരയിലിടി, എനിക്കിത് കാണാൻ വയ്യ, പ്ലീസ്. മീര തേങ്ങിക്കൊണ്ട് അവനെ നെഞ്ചിൽ ചേർന്ന് നിന്നു. അവൻ അവളുടെ മുടിയിൽ പതിയെ തലോടി. ഇനി നീ എന്നോട് മിണ്ടാണ്ടിരിക്കുകയോ? ഇല്ലടാ. അവർക്കിടയിൽ മൗനം സ്ഥാനം പിടിച്ചു. അവളുടെ തേങ്ങലുകൾ നേർത്തു വന്നു. ഇരുവരുടെയും ഹൃദയതാളം ഒന്നായി അലിഞ്ഞു ചേർന്നു. എന്നെ ഇഷ്ടമാണ്. ഇനിയുള്ള കാലം എന്നെ എന്നും ഇതുപോലെ ചേർത്ത് നിർത്തുമോ? അവൾ അവനെ നെഞ്ചിൽ നിന്ന് തലയുയർത്തി ചോദിച്ചു. മീര, നിനക്കറിയാലോ ഞാനൊരു അനാഥനാണ്. ബാക്കി പറയാൻ സമ്മതിക്കാതെ മീര കണ്ണൻ്റെ വായ പൊത്തി. എന്നെ ഇഷ്ടമാണോ? എനിക്ക് അതുമാത്രം അറിഞ്ഞാൽ മതി. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ ചോദിച്ചു. മറുപടി പറയാതെ അവൻ അവളെ കുറച്ചുകൂടി ഇറുകെ പുണർന്നു. അവളും ഒരു ചിരിയോട് അവനെ തിരികെ കെട്ടിപ്പിടിച്ചു. കണ്ണേട്ട, ഇനി ഒരിക്കലും അനാഥനാണെന്ന് പറയരുത്. കണ്ണേട്ടന് ഞാനും, എനിക്ക് കണ്ണേട്ടനുള്ളപ്പോൾ നമ്മളെങ്ങനെ അനാഥരാകും? സൗഹൃദമായും പ്രണയമായും നീ എന്നിൽ അലിഞ്ഞു ചേർന്ന 10 വർഷങ്ങൾ, ജീവിതത്തിൻ്റെ വസന്തകാലം. അമ്മയായും പെങ്ങളായും കാമുകിയായും നിന്റെ സ്നേഹം എന്നിലേക്ക് ഒഴുകിയ നാളുകൾ. മീര, ഇതുവരെല്ലാം നിനക്കായിട്ടായിരുന്നു. ഞാൻ ഈ നാട്ടിൽ നിന്നും പോവുക, അതും നിനക്കായി. നിന്റെ ജീവൻ വെച്ച് വിലപേശിയപ്പോൾ ഞാൻ പതറിപ്പോയി മീര. വാശി പിടിച്ച് നേടാൻ ഹൃദയം വാങ്ങിയപ്പോഴും നിന്റെ ജീവൻ വെച്ച് പരീക്ഷിക്കാൻ കഴിഞ്ഞില്ല പെണ്ണെ. ഈ യാത്രയും നിനക്കായിട്ടാണ്. കണ്ണൻ്റെ കണ്ണുകൾ ക്ലോക്കിലേക്ക് നീണ്ടു. സമയം 10 മണിയാവുന്നു. ആളും ആരവുമായി തന്നെ മീര മണവാട്ടിയുടെ വേഷത്തിൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ടാവും. ആദ്യ പോസ്റ്റിംഗ് അവിടെ ആവാതെ ഇത്ര ദൂരെയായത് എത്ര നന്നായി എന്നിപ്പോൾ തോന്നുന്നു. ദൂരെയാണെങ്കിലും ഫോണിലൂടെ തമ്മിൽ സ്നേഹിച്ചതിൻ്റെ സാക്ഷികളാണ് ഈ നാടും ഈ മുറിയുമെല്ലാം. ഇനി ഈ നാടും വേണ്ട.
ചിന്തകൾക്കൊടുവിൽ കണ്ണൻ്റെ കണ്ണുകൾ ഫോണിലേക്ക് പാഞ്ഞു. മീരയ്ക്ക് അയച്ച മെസ്സേജ് നീലട്ടിക്ക് വീണിരിക്കുന്നു. പ്ലേ ചെയ്തിട്ടില്ല. കണ്ണനൊരു നെടുവീർപ്പോടെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. കണ്ണുകൾ അമർത്തി തുടച്ചു. പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബാഗിനടുത്തേക്ക് നടന്നു. അപ്പോഴാണ് കോളിംഗ് ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടത്. താക്കോൽ വാങ്ങാൻ വർക്കിച്ചേട്ടൻ വന്നതാവും. കണ്ണൻ മനസ്സിലോർത്തു. ഡോറ് ലക്ഷ്യമാക്കി നടന്നു. ഡോറ് തുറന്ന് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും കണ്ണൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു. അവനറിയാതെ തന്നെ അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. പറഞ്ഞു തീർന്ന അവളുടെ കൈ അവൻ്റെ കവിളിൽ പതിഞ്ഞത് ഒരുമിച്ചായിരുന്നു. കവിളിൽ കൈവച്ച് അവൻ അവളെ നോക്കി. അവളുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരിക്കുന്ന കണ്ട് അവൻ്റെ നെഞ്ച് പിടഞ്ഞു. ഇതെന്തിനാണെന്നറിയോ? ഇല്ല. എൻ്റെ ജീവൻ വെച്ച് അവർ വില പേശിയപ്പോൾ അവരുടെ മുമ്പിൽ തോറ്റു. എന്നെ അവർക്ക് വിട്ടുകൊടുത്തതിന്. എൻ്റെ ജീവൻ അത് നിങ്ങളാണെന്ന് ഇതുവരെ മനസ്സിലാക്കാത്തതിന്. ശേഷം ഒരു പൊട്ടിക്കരച്ചിലോട് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. എന്നെ വേണ്ടാന്ന് വെച്ചില്ലേ കണ്ണേട്ടാ? കണ്ണേട്ടനില്ലാതെ ഞാൻ ജീവിക്കുന്ന കരുതിയോ? മീര, അവൻ നിന്നെ എന്നെക്കാൾ നന്നായിട്ട് നോക്കുന്നു കരുതിയല്ലേ? പിന്നെ നിന്റെ ജീവൻ വെച്ച് എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റുമോ മോളെ? മീര കണ്ണലിൽ നിന്ന് അകന്നു മാറി. കയ്യിൽ കരുതിയ ബാഗിൽ എന്തോ തിരഞ്ഞു. കൈക്കുള്ളിലാക്കി എന്തോ എടുത്ത് അവൾ കണ്ണൻ്റെ കൈകളിൽ വെച്ചു. കണ്ണൻ തൻ്റെ കൈകളിലേക്ക് നോക്കി. മഞ്ഞ ചരടിൽ കോർത്ത ഒരാലിലെ താലി. മീര, കണ്ണേട്ടാ പ്ലീസ്, എനിക്കത് കെട്ടിത്തരുമോ? മീര മോളെ, അവിടെ നിനക്ക് വേണ്ടി ഒരാൾ കാത്തിരിപ്പുണ്ട്. അവരെയൊക്കെ നാണം കെടുത്തിയിട്ട് നമുക്ക് എന്ത് കിട്ടാനാ? വളർത്തി വലുതാക്കിയെന്ന ഒറ്റ കാരണം കൊണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം നടത്താൻ ഞാൻ നിന്നു കൊടുക്കണോ? സ്വത്തല്ലേ അവർക്ക് വേണ്ട, എടുത്തോട്ടെ, എനിക്കൊന്നും വേണ്ട. മനസ്സിൽ കണ്ണേട്ടനെ വെച്ചുകൊണ്ട് വേറൊരാളുടെ കൂടി ജീവിക്കാൻ എനിക്ക് പറ്റില്ല കണ്ണേട്ട. കണ്ണൻ ആലോചനയോടെ നിന്നല്ലാതെ ഒന്നും മിണ്ടിയില്ല. കണ്ണേട്ടനെ സ്വീകരിക്കാൻ കഴിയില്ലെങ്കിൽ എനിക്ക് സാരമില്ല. പക്ഷേ വേറൊരാളുടെ താലിക്കുമ്പിൽ ഞാൻ തലവിളിച്ച് ഒടിക്കില്ല. മീര കണ്ണുകൾ തുടച്ച് വീടിന് പുറത്തേക്ക് നടക്കാൻ ആഞ്ഞു. മീര! അവൻ്റെ വിളി കേട്ട് അവളുടെ കാലുകൾ നിശ്ചലമായി. കണ്ണീർ കാഴ്ചയെ മറച്ചു. കഴുത്തിൽ അവൻ്റെ കൈകൾ ഉരസിയതും മഞ്ഞ ചരടിൽ കോർത്ത താലി അവൻ കെട്ടിയതുമെല്ലാം ആ മങ്ങിയ കാഴ്ചയിൽ അവൾ കണ്ടു. കണ്ണുകൾ നിർത്താതെ പെയ്തു. മതി പെണ്ണേ കരഞ്ഞത്. നിന്റെ ജീവൻ ഞാനാണെന്ന് അറിയാത്തതുകൊണ്ടല്ല, എൻ്റെ ജീവൻ നീ ആയതുകൊണ്ടാ. നിനക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാനെല്ലാം ഉപേക്ഷിച്ചു വന്നു. മീരയെ ഇറുകെ പുണർന്നവൻ പറഞ്ഞു. തൻ്റെ ജീവിതയാത്രയിൽ ഇനി അവളെന്നും കൂടെ കാണുമെന്ന വാക്കുപോലെ കണ്ണൻ പോവാൻ തീരുമാനിച്ച യാത്രയിൽ മീരയെ അവൻ ഒപ്പം കൂട്ടി. ബസ്സിൽ കണ്ണൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരിക്കുകയാണ് മീര. മീര, ഞാൻ ചോദിക്കാൻ മറന്നു, നീ വീടെങ്ങനെ കണ്ടുപിടിച്ചു? അത് പണ്ടെന്നോ കണ്ണേട്ട് എനിക്ക് അഡ്രസ്സ് വാട്സാപ്പ് ചെയ്തിരുന്നില്ലേ? അത് പറഞ്ഞപ്പോഴാ എന്തോ ഒരു ഓഡിയോ അയച്ചിരുന്നേ, കേൾക്കാൻ പറ്റിയില്ല. ആ ഓഡിയോ മീര കേട്ടിരുന്നെങ്കിൽ ഒരെണ്ണം കൂടെ കവിളിൽ പൊട്ടുമായിരുന്നു. കണ്ണൻ മനസ്സിലോർത്തു. ഒപ്പം ആരും തങ്ങളെ തിരഞ്ഞു വരാതിരിക്കാൻ ഫോണും സിമ്മും ഉപേക്ഷിക്കാൻ മീര പറഞ്ഞ ബുദ്ധി അംഗീകരിക്കാൻ തോന്നിയ നിമിഷത്തെ കണ്ണൻ നന്ദിയോടെ ഓർത്തു. ഇതെന്താ ഹാർട്ട് ഇത്ര സ്പീഡിൽ ബീറ്റ് ചെയ്യുന്നേ? കണ്ണുകൾ ഉയർത്തി കണ്ണനെ നോക്കി മീര ചോദിച്ചു. അത് നിനക്കായിട്ടാണ് പെണ്ണേ, നിനക്കായി മാത്രം. മീരയുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് കണ്ണൻ പറഞ്ഞു.